നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയിലേക്ക് എത്തിയിട്ട് അധികം വൈകാതെ തന്നെ അവരുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയതിൻ്റെ ആവേശത്തിലാണ് മാർക്കസ് റാഷ്ഫോർഡ് ഉള്ളത്. ഇന്നലെ നടന്ന FC ബാഴ്സലോണ വേഴ്സസ് വീസൽ കൊബെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിലധികം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നു. വളരെ ഹാപ്പിയാണ് ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ്. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഐ ഫീൽ വെരി ഗുഡ്. നല്ല പെർഫോമൻസ്. തീർച്ചയായിട്ടും ഇത്രയും ആരാധകരുടെ മുന്നിൽ കളിക്കാൻ കഴിയുന്നു, ഇവിടെ വന്ന് കളിക്കാൻ കഴിയുന്നത് വണ്ടർഫുള്ളാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ടിൽ നമുക്ക് അധികമൊന്നും ഇവിടെയൊന്നും വന്ന് അധികം കളിക്കാറില്ലല്ലോ. ഏതായാലും ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഇത് കൂടുതൽ ബെനിഫിഷ്യലാവും. ഞാൻ വരുന്ന മത്സരങ്ങളിലേക്ക് ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. എനിക്കറിയാം ഈ മത്സരം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിനോട് അഡാപ്റ്റഡ് ആവുക എന്നുള്ളതാണ്. ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈലിലേക്ക് എനിക്ക് അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട്. എന്നിട്ട് ഗുഡ് ഫുട്ബോൾ എനിക്ക് ഡെലിവർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ എനിക്ക് കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ പറ്റും. അദ്ദേഹം എന്നെ മികച്ച കളി കളിക്കാൻ പര്യാപ്തനാക്കും എന്നതാണ്. ഞാൻ ടീമിന് എവിടെയാണോ വേണ്ടത് അവിടെ കളിക്കാൻ തയ്യാറാണ്. ഗോളുകൾ നേടുക, അവസരങ്ങൾ ഉണ്ടാക്കുക, ആ പൊസിഷനിൽ എവിടെയാണോ എന്നോട് കളിക്കാൻ പറഞ്ഞാൽ ആ പൊസിഷനിൽ കളിച്ചുകൊണ്ട് നന്നായിട്ട് ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് ഇൻഫോർമേഷൻസ് ഫ്ലിക്ക് പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് കളിക്കളത്തിൽ അത് അപ്ലൈ ചെയ്യണം. ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സഹായിക്കണം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫേവററ്റ് പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കളിക്കാനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. പക്ഷേ എനിക്ക് ഡിഫറെൻറ്റ് പൊസിഷൻസിൽ കളിക്കാൻ പറ്റും. എൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് അത് തന്നെയാണ്. വേരിയസ് പൊസിഷനിൽ എനിക്ക് കളിക്കാൻ പറ്റും. ടീം എവിടെ കളിക്കാൻ ആവശ്യപ്പെടുന്നുവോ അവിടെ ഞാൻ കളിക്കും എന്നാണ് ഇപ്പോൾ റാഷ്ഫോർഡ് പറയുന്നത്. എന്തായാലും യുണൈറ്റഡിൽ നമുക്കറിയാമല്ലോ, അത്ര നല്ലൊരു ട്രീറ്റ്മെൻ്റ് അല്ല അവസാന ഘട്ടത്തിൽ കിട്ടിയത്. പിന്നെ അവിടുന്ന് ലോണിൽ പോയി, ഇപ്പോൾ വീണ്ടും വന്നു, വീണ്ടും അദ്ദേഹം മറ്റൊരു ലോണിലേക്ക് പോകുമ്പോൾ ബാഴ്സയിലേക്കുള്ള ലോൺ മൂവിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഏറെ ആഗ്രഹിച്ചൊരു മൂവാണത്. അതുകൊണ്ട് തന്നെ ടീം എന്ത് പറയുന്നു അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.